ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ചായക്ക് അത് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് വേഗം പുഴുങ്ങി വെച്ചു കേട്ടോ. ഋതുവിന് ഇത് ഇഷ്ടമല്ല, തീരെ കഴിക്കില്ല അവനിത്. അപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് കുറച്ച് റവ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചു കേട്ടോ. കഴിക്കൊന്നുമില്ല, എന്നാലും ഞാൻ ഇത്തിരി ഉണ്ടാക്കി വെച്ചു എന്ന് മാത്രം, വേണമെങ്കിൽ കഴിച്ചോട്ടെ വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ ആയ ശേഷം നേരെ ഞാൻ ഋതുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ അവിടേക്ക് ചെന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നതോ ഋതുവിൻ്റെ വണ്ടിയൊക്കെ വന്നു. എല്ലാ കുട്ടികളും അതൊന്ന് ഇറങ്ങി വന്നു, ഋതുവിനെ മാത്രം കാണാതെ. ഞാൻ അതിൽ എത്തി നോക്കിനെ ഇല്ലേ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കേട്ടോ ഏറ്റവും അവസാനമാണ് അവൻ ഇറങ്ങി വന്നത് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത് അവൻ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ, എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ. കുറച്ച് നേരത്തിനുള്ളിൽ അവൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ അവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൻ സ്കൂളിൽ വിട്ട് വന്ന ശേഷം അങ്ങനെ മേലൊക്കെ കഴുകിയിട്ടോ. എന്നിട്ട് ഉപ്മാവ് കൊടുത്തപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ അവനത് ഇഷ്ടാവില്ല എന്ന്, അവനത് തട്ടി മാറ്റി ഗൈസ്. എന്നിട്ട് അവൻ റംബൂട്ടാൻ കഴിച്ചിട്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് കേട്ടോ റംബൂട്ടാൻ. അപ്പോൾ ഞങ്ങൾ കാണുമ്പോഴൊക്കെ അത് വാങ്ങിക്കാറുണ്ട്. ഫ്രൂട്ട്സിൽ വെച്ച് അവന് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ഏതാ ചോദിച്ചത് റംബൂട്ടാൻ മാത്രമാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അവൻ്റെ വാഹനം എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ അവൻ കുറേ നേരം റോട്ടിലൊക്കെ സൈക്കിൾ ചവിട്ടി മതിയായിട്ട് അവൻ അകത്തേക്ക് കയറി കേട്ടോ. എന്നിട്ട് കുറേ നേരം ഒരു ടോർച്ചൊക്കെ വെച്ചിട്ട് സൈക്കിളിൻ്റെ മീത അതൊക്കെ അടിച്ചിട്ട് കുറേ നേരം നമ്മുടെ മുറ്റത്ത് നിന്ന് സൈക്കിൾ ചവിട്ടിയിട്ടോ. ഇന്നത്തെ ദിവസം അവന് സൈക്കിൾ ചവിട്ടിയിട്ട് വയ്യാതെ ആയിട്ട് അങ്ങനെ ചവിട്ടിയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഏട്ടൻ്റെ വർക്ക് കഴിഞ്ഞ് വന്നത്. എന്നിട്ട് സ്കൂട്ടിയിൽ നേരെ അവൻ ഉമ്മർത്ത് വന്നിറങ്ങി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.